മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദുർഗയാണെങ്കിൽ കണ്ണൻ്റെ അടുത്ത് വന്ന് നിന്ന് വളരെ സങ്കടത്തോടുകൂടി തന്നെ കരയാണ്. പഴയ കാര്യങ്ങളെല്ലാം ഓർത്ത് ദുർഗയ്ക്കാണെങ്കിൽ സങ്കടം സഹിക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ കണ്ണനെ നോക്കുന്നതും കണ്ണനെ ശുശ്രൂഷിക്കുന്നതും താൻ വളരെ ലാളിത്യത്തോടുകൂടി വളർത്തിക്കൊണ്ടുവന്ന കണ്ണനെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും ദുർഗയ്ക്കാണെങ്കിൽ ആകെ സങ്കടം വരുത്തുന്നുണ്ട്. അങ്ങനെ ദുർഗയാണെങ്കിൽ കണ്ണൻ്റെ മുന്നിൽ നിന്ന് വളരെ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതേസമയം കണ്ണനാണെങ്കിൽ കണ്ണൻ്റെ കാലിൽ എന്തോ വീഴുന്നതായിട്ട് തോന്നിക്കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കണ്ണ് തുറക്കുന്നു. അതേസമയം ദുർഗ കരയുന്നത് കണ്ട് കണ്ണനാണെങ്കിൽ പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അമ്മ ഇങ്ങനെ കരയുന്നതെന്ന് ചോദിക്കുകയാണ്. അതേസമയം ദുർഗ പറയുന്നു, എനിക്ക് പഴയ കാര്യങ്ങളെല്ലാം തന്നെ ഓർമ്മ വന്നതുകൊണ്ടാണ് മോനെ ഞാനിങ്ങനെ കരയുന്നത്. മോനെ ഞാൻ എത്ര നന്നായിട്ടാണ് നോക്കിയിരുന്നത്, പക്ഷേ പിന്നീട് അതെല്ലാം മാറി മറിഞ്ഞു. മോനെ എത്രത്തോളം ദ്രോഹിക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ മോനെ ദ്രോഹിച്ചു എന്നെല്ലാം പറയുമ്പോൾ, പഴയ കാര്യങ്ങളൊന്നും ഇനി ഓർക്കണ്ടെന്നല്ലേ അമ്മയെ പറഞ്ഞത്. അമ്മ ഇനി ഒരിക്കലും ഇതിൽ നിന്ന് മാറാതിരുന്നാൽ മാത്രം മതി, എനിക്കത് മതി എന്നെല്ലാം കണ്ണൻ പറയുന്നു. പിന്നീട് ദുർഗയാണെങ്കിൽ ഒരു കവർ കയ്യിലോട്ട് കൊടുത്തിട്ട് പറയുന്നുണ്ട്, കൊച്ചിൻ്റെ നൂലുകെട്ടല്ലേ വരുന്നത്, അതുകൊണ്ട് ഞാൻ കുറച്ച് സ്വർണം മേടിച്ചിട്ടുണ്ട്, അത് മോളുടെ കയ്യിലും കാതിലും കഴുത്തിലും എല്ലാം അണിഞ്ഞു കൊടുക്കണമെന്ന് പറയുമ്പോൾ, അമ്മ എന്തിനാണ് ഇതെല്ലാം മേടിച്ച് വെറുതെ പൈസ കളഞ്ഞതെന്ന് ചോദിക്കുകയാണ് കണ്ണൻ. എനിക്കൊന്നും കുഴപ്പമില്ല മോനെ, ഞാൻ വന്ന് ഒരു അലങ്കോലമാക്കണ്ട എന്ന് കരുതിക്കൊണ്ടായിട്ടാണ് ഞാനിങ്ങനെ സ്വർണ്ണമെല്ലാം മേടിച്ച് മോൻ്റെ കയ്യിലോട്ട് തരുന്നത്. നിങ്ങളത്ര സന്തോഷത്തോടു കൂടി തന്നെ ഒരു ചടങ്ങ് ആഘോഷിക്കുമ്പോഴേക്കും ഞാനൊരു കരുടായിട്ട് അതിൽ വരണ്ടല്ലോ എന്ന് ഓർത്താണ് ഞാൻ സ്വർണം വാങ്ങിച്ച് മോൻ്റെ കയ്യിലോട്ട് തരുന്നതെന്ന് പറയുമ്പോൾ, അമ്മ അങ്ങനെയൊന്നും പറയണ്ട, അമ്മയെക്കുറിച്ച് അങ്ങനെ ആർക്കും ഒന്നുമില്ല എന്ന് പറയുമ്പോൾ, ഇല്ല മോനെ, നിങ്ങളൊരു നല്ല സന്തോഷത്തോടു കൂടി ഒരു ചടങ്ങ് നടക്കുന്ന സമയത്ത് ഒരു കരടായിട്ട് തന്നെ ഞാൻ നിൽക്കുന്നത് ശരിയല്ല. പിന്നീട് ഞാൻ എന്നെ എല്ലാവരും വിശ്വസിച്ച് കഴിയുമ്പോഴേക്കും ഞാൻ വന്നുകൊള്ളാമെന്നെല്ലാം ദുർഗ പറയാമെന്ന് കണ്ണനോട്. അങ്ങനെ എല്ലാ തെറ്റുകൾക്കും മോൻ എന്നോട് ക്ഷമിക്കണമെന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ തൊഴുകയോടുകൂടി തന്നെ കണ്ണൻ്റെ മുന്നിൽ നിൽക്കുന്നു. ഇത് കാണുന്ന കണ്ണനാണെങ്കിൽ സങ്കടമാകുന്നു. അമ്മ ഒരിക്കലും ഇങ്ങനെ എൻ്റെ മുന്നിൽ നിൽക്കരുത്, അമ്മ ഒരിക്കലും ഇനി ഇങ്ങനെ മാറിപ്പോകാതിരുന്നാൽ മാത്രം മതി, എന്നും എൻ്റെ പഴയ അമ്മയായിട്ട് തന്നെ എൻ്റെ കൂടെ ഉണ്ടാവണം എന്നല്ല കണ്ണനാണെങ്കിൽ ദുർഗയോടായിട്ട് പറയുന്നു. പിന്നീട് കരുണയോടായിട്ട് ദുർഗ പറയുന്നുണ്ട്, നിന്നെ ഇവിടെ ഉണ്ണി കൂട്ടിക്കൊണ്ടു വന്നതിൽ ഒരു ചെറിയ ദുരുദ്ദേശമുണ്ടെന്നും, നിൻ്റെ മുത്തശ്ശിയാണെങ്കിൽ നിൻ്റെ മുത്തശ്ശിയുടെ സ്വത്തുക്കളെല്ലാം തന്നെ ഉണ്ണിയുടെ പേരിൽ എഴുതി കൊടുത്തത് കൊണ്ട് മാത്രമാണ് നിന്നെ അവൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതെന്നുള്ള സത്യം ദുർഗയാണെങ്കിൽ കരുണയോടായിട്ട് പറയുന്നത് കേട്ട് കരുണയാണെങ്കിൽ ആകെ ഞെട്ടിത്തരിച്ച് പോകുകയാണ്. അതുകൊണ്ട് നിൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കളെല്ലാം തന്നെ നഷ്ടപരിഹാരമായി തന്നു കഴിഞ്ഞാൽ നീ തെരുവിലിറങ്ങേണ്ട അവസ്ഥയാണെന്നുമെല്ലാം ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ കരുണയോടായിട്ട് പറയുന്നത് കേട്ട് കരുണയാണെങ്കിൽ ആകെ ഞെട്ടിത്തരിച്ച് പോകുകയാണ്. അതുകൊണ്ട് നീ അധികം കൂടുതൽ ഞെളിക്കുകയൊന്നും വേണ്ട, നിൻ്റെ മുത്തശ്ശിയുടെ സ്വത്തുണ്ടെന്നും പറഞ്ഞുകൊണ്ടല്ലേ നീ ഇത്ര വലിയ ഞെളിക്കുന്നത്, പക്ഷേ അതെല്ലാം ഉണ്ണിയുടെ കൈകളിൽ ഭദ്രമായിട്ട് തന്നെ ഉണ്ടെന്നെല്ലാം ഉള്ള കാര്യം പറയുന്നത് കേട്ട് ആകെ ഞെട്ടി വിറയ്ക്കുകയാണ് നമ്മുടെ കരുണ. പിന്നീട് ഇതെല്ലാം കേട്ടുകൊണ്ട് കരുണയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ണിയുടെ അടുത്തോട്ട് ചെല്ലുന്നു. അങ്ങനെ ഉണ്ണിയോടായിട്ട് കാര്യങ്ങളെല്ലാം തന്നെ ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, പിന്നെ നിന്നെ വെറുതെ ഇവിടെ കൊണ്ടുവരുമെന്ന് വിചാരിച്ചോ? എൻ്റെ അച്ഛനെ കൊന്നവൻ്റെ മകളെ ഞാൻ വെറുതെ സ്വീകരിക്കുമെന്ന് വിചാരിച്ചോ? അത് നീ ഒരിക്കലും വിചാരിക്കേണ്ട, എനിക്ക് അവർ നഷ്ടപരിഹാരമായിട്ട് തരാമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനത് സന്തോഷത്തോടുകൂടി മേടിച്ചു എന്നല്ല ഉണ്ണി പറയുന്നത് കേട്ട് ആകെ ദേഷ്യം വരുന്ന കരുണയാണെങ്കിൽ ഉണ്ണിയെ അപായപ്പെടുത്താനായിട്ടുള്ള ഒരു ശ്രമം നടത്തുകയാണ്. അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡുകളാണ് ഇനി വരാനിരിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.